ഇതെന്താണെന്ന് മനസ്സിലായോ? അങ്ങ് ദൂരെ ബിഡതി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു വിഭവമുണ്ട്, ഭയങ്കര ടേസ്റ്റാണ്. ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ കാലങ്ങളായി ഇത് കേട്ട് 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 എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇതേ കണ്ടോ, ബിഡതി തട്ട ഇഡ്ഡലി. ഇത് ഞാൻ അങ്ങ് ദൂരെ ബിഡതി പോയില്ല, ഇതിവിടെ ബൊമ്മനഹള്ളി തന്നെ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓടി വന്നു. ഇത് ഫസ്റ്റ് ഡേ ആണ്, ഇവരുടെ ഓപ്പൺ ചെയ്ത ദിവസമാണ്. നമ്മുടെ ബൊമ്മനഹള്ളിക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ ഗോൾഡൻ പാർക്ക് അപ്പാർട്ട്മെൻറ്റ് നേരെ ഓപ്പോസിറ്റാണ് ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉള്ളിൽ പോയി നോക്കി, ചെറിയ ഷോപ്പാണ്, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളുടെയൊക്കെ ഫോട്ടോ ഉണ്ട്. ഒരു ചെറിയ ഷോപ്പ്. ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല, അത് നിന്ന് കഴിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഫ്രണ്ടിൽ ദോശ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ദോശ അല്ലല്ലോ കാണണ്ടേ, ഉള്ളിൽ വന്ന് നോക്കാം. ഉള്ളിൽ വന്ന് നോക്കുമ്പോൾ ദേ അവിടെ ഒരു പ്ലേറ്റിൽ കണ്ടോ ഇരിക്കുകയാണ് ഞാൻ അന്വേഷിച്ച് വന്ന ആ ബിഡതി ഇഡ്ഡലി. തട്ട ഇഡ്ഡലിയാണ്. തട്ട ഇഡ്ഡലി സ്വാഭാവികമായിട്ടും നമ്മൾ കഴിച്ചിട്ടുണ്ട്. കർണാടക വന്നു കഴിഞ്ഞാൽ തട്ട ഇഡ്ഡലി കഴിക്കും. അപ്പോൾ ഇന്ന് പൂജയൊക്കെ കഴിഞ്ഞ് നല്ല ഭംഗിയായിട്ട് ഷോപ്പ് അവർ ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് നിൽക്കുന്നുണ്ട്. നിറയെ ആൾക്കാരുടെ ക്യൂ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ഞാൻ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. നിന്ന് കഴിച്ചാൽ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ അത് കാരണം മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. എന്നിട്ട് ഇത് നോക്കി, നല്ല പഞ്ഞി പോലെ എന്നൊക്കെ പറയില്ലേ, പൂ പോലത്തെ ഇഡ്ഡലി എന്നൊക്കെ നമ്മൾ ഇത്രകാലം പറഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ ഇതേ കണ്ടോ, ഇതാണ് പഞ്ഞി പോലത്തെ ആ ബിഡതി എന്ന് പറയുന്ന സ്ഥലത്തെ പ്രധാനപ്പെട്ട ഇഡ്ഡലി. അതിങ്ങനെ തൊടുമ്പോൾ തന്നെ ഉണ്ടല്ലോ എന്ത് രസമാണെന്നറിയോ. അപ്പോൾ ആ ഇഡ്ഡലി ഞാനെടുത്ത് പ്ലേറ്റിലേക്ക് വെച്ചു. ഇനി ഇതിൻ്റെ ഒപ്പം തന്ന എന്തൊക്കെയാണെന്നറിയോ, 2 ഐറ്റംസ് തന്നിട്ടുണ്ട്. 2 വെറൈറ്റി ചട്നിയാണ്. അല്ലാതെ നമുക്ക് സാധാരണ കിട്ടുന്ന പോലെ ഒരു സാമ്പാറും ഒരു ചമ്മന്തി അങ്ങനെയല്ല, 2ഉം ചട്നി തന്നെയാണ്. 2 ചട്നിക്കും പ്രത്യേകതകളുണ്ട്. ഈ ഒന്നാമത്തെ പച്ച കളർ ചട്നി, രണ്ടാമത്തെ ചുവപ്പ് കളർ ചട്നി കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. പക്ഷേ ഒന്നാമത്തെ ചട്നി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൊട്ടുകടല വെച്ചിട്ടുള്ള ചട്നിയാണ്. നല്ല ടേസ്റ്റാണ്. ഈ ഇഡ്ഡലി കഴിഞ്ഞാലും നമ്മൾ ഈ ചട്നി കഴിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനത്തെ ഒരു ടേസ്റ്റാണ്. ഒന്നാമത്തെ ചട്നി തേങ്ങാ ചട്നി മാത്രമല്ല, അത് ഗ്രൗണ്ട് നട്ടും കൂടെ ചേർത്ത്, നമ്മുടെ കപ്പലണ്ടിയും തേങ്ങയും കൂടെ ചേർത്തിട്ടുള്ള ചട്നിയാണ്. രണ്ടും അന്യായ ടേസ്റ്റ്. അതായത് ഇതിൻ്റെ ഒപ്പം 2ഉം കൂട്ടി കഴിക്കണം, ഒറ്റയ്ക്ക് കഴിക്കരുത്, ഇതിങ്ങനെ കൂട്ടി കഴിക്കണം. അങ്ങനെ ബിഡതി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആ ഒരു ബിഡതി തട്ട ഇഡ്ഡലി അങ്ങനെ ഒന്ന് മേടിച്ച് കഴിച്ചു. പക്ഷേ എനിക്ക് മനസ്സിലായി, ഞാൻ ഒരു പ്ലേറ്റോടെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഇതെങ്ങനെ കഴിക്കണം എന്നറിയോ? ഒന്നുകിൽ ഈ ഇഡ്ഡലി വെറുതെ കഴിക്കാനേയും അന്യായ ടേസ്റ്റും സോഫ്റ്റുമാണ്. രണ്ടാമത് ഇതിൻ്റെ മേലെ ഇതിങ്ങനെ ഒഴിച്ച് കുതിർത്ത് ഇതുപോലെ കഴിക്കാൻ അതിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒരാഗ്രഹം സാധിച്ചു.